ഇപ്പോൾ നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി സ്വരാജ് എന്നോടൊപ്പമുണ്ട്. സ്വരാജ്, എന്തായാലും ഇന്നത്തെ പ്രചാരണം തുടങ്ങുകയാണല്ലോ. ഞാൻ ഒരു രാഷ്ട്രീയ ചോദ്യം ചോദിക്കുകയാണ്. കാരണം ഇത് LDF സർക്കാരിന്റെ കാലത്ത് വന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ കരുതുകയാണ്. അതിന് കാരണം എന്ന് പറയുന്നത്, മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ചേലക്കര ഒഴികെ ബാക്കിയെല്ലാം UDFന്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു. അപ്പോൾ അവരത് നിലനിർത്തി എന്നുള്ളതേ ഉള്ളൂ. അവിടെ LDFന് കോട്ട സംഭവിച്ചിട്ടില്ല എന്ന് LDFന് പറയാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇത് LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ UDF ജയിക്കുകയാണെങ്കിൽ അവിടെ മറ്റൊരു പ്രശ്നമുണ്ട്, സർക്കാരിന്റെ വിലയിരുത്തൽ പൂർണ്ണമായിട്ടും വരും. അങ്ങനെ ഒരു രാഷ്ട്രീയ വിഷയം ഇവിടെയില്ലേ? ഇവിടെ നിങ്ങൾ പറയുന്ന പോലൊരു ഫലം വരുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നേയില്ല. അതിന്റെ ഒരു കാരണം, സർക്കാരിന്റെ വിലയിരുത്തലല്ലേ എന്ന് ചോദിക്കുമ്പോൾ സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ജനക്ഷേമ പദ്ധതികളും ഉയർത്തിയാണ് ഞങ്ങൾ പ്രധാനമായും പ്രചരണം നടത്തുന്നത്. ഈ സർക്കാരിന്റെ പരിപാടികൾ വിലയിരുത്തരുത് എന്നല്ല, അത് വിലയിരുത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അപ്പോൾ അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ നടത്താൻ ആർജവം പ്രകടിപ്പിക്കുന്നത് ജനങ്ങൾ ഈ സർക്കാരിലും സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലും വിശ്വാസം അർപ്പിക്കുന്നു എന്ന പൂർണ്ണ ബോധ്യം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വൻകിട വികസന പദ്ധതികളുടെയും ജനങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമേകുന്ന ക്ഷേമ പദ്ധതികളുടെയും ആ പദ്ധതി ഇതൊക്കെ തുടരണമെന്ന ജനങ്ങളുടെ ആഗ്രഹം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യുമെന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഇപ്പോൾ രാജിവെച്ച MLA അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൂടി വിലയിരുത്തേണ്ടി വരില്ലേ? അപ്പോൾ അതിൽ LDF എന്തു പറയും? അദ്ദേഹത്തിന്റെ പ്രവർത്തനം മോശമാണ് എന്നാണോ? അങ്ങനെയല്ല. അദ്ദേഹം LDFൽ നിന്ന് പുറത്തു പോയ ഒരാളാണ്. അതിനിടയാക്കിയ സാഹചര്യം എന്ത് എന്നുള്ളതും ജനങ്ങളുടെ മുമ്പാകെയുണ്ട്. സത്യത്തിൽ അങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പോഴും ഞങ്ങൾക്കത് പൂർണ്ണമായി ബോധ്യമായിട്ടുമില്ല എന്തിനാണ് അങ്ങനെ ഒരു നിലപാടെടുത്തത്. അതിന് ഞങ്ങൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താതിരിക്കുന്നത് അദ്ദേഹം സ്വേച്ഛയാ എടുത്ത നിലപാട് അല്ല എന്നും UDFന് അതിലൊരു പങ്കുണ്ട് എന്നും. പക്ഷെ ഇപ്പോൾ UDF അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ അദ്ദേഹം മറ്റൊരു പ്രത്യേക സാഹചര്യത്തിൽ എത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ ജനങ്ങളുടെ മുമ്പാകെയുണ്ട്. അപ്പം ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു പ്രചരണത്തിനോ ഒന്നും പോയിട്ടില്ല. ഞങ്ങളൊരു പ്രശ്നമായിട്ടേ അത് കണക്കാക്കുന്നില്ല. LDF സർക്കാരിന്റെ കേരളത്തിലുള്ള പൊതുവായ വികസന പ്രവർത്തനങ്ങളുടെ പ്രതിഫലനം ഇവിടെയും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ബാക്കിയെല്ലാം ജനങ്ങളുടെ മുമ്പാകെ ഉള്ള കാര്യമാണ്. അത് ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. നമ്മൾ നിലമ്പൂരിനെ ഫോക്കസ് ചെയ്തുള്ള ഒരു പ്രചാരണം എന്താണ്? ഇപ്പോൾ പറയുന്ന പല തെരഞ്ഞെടുപ്പുകളിലും ഓരോ വിഷയങ്ങൾ ഉയർന്നു വരാറുണ്ട്. അത് രാഷ്ട്രീയ വിഷയങ്ങളാകാം, വികസന വിഷയങ്ങളാകാം, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷെ നിലമ്പൂരിൽ ഒരു ഫോക്കസ് ചെയ്തൊരു വിഷയം ഇല്ല എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ മലപ്പുറം പരാമർശമൊക്കെ വന്നു, അത് 2-3 ദിവസം ചർച്ച ചെയ്തു. പിന്നെ KC വേണുഗോപാൽ നടത്തിയ ഒരു സാമൂഹ്യക്ഷേമ പെൻഷൻ പരാമർശം, അത് 2 ദിവസം ചർച്ച ചെയ്തു. ഇപ്പോൾ ഇതാ വന്നിരിക്കുന്നു വഴിക്കടവിലെ കുട്ടിയുടെ മരണം. പക്ഷെ ഒരു ഫോക്കസ് ചെയ്ത ഒരു വിഷയം വരുന്നില്ലല്ലോ നിലമ്പൂരിൽ. അത് ആളുകൾക്കൊരു താല്പര്യമില്ലാത്തൊരു കാര്യം കൂടി ആവുന്നുണ്ടോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്? നിങ്ങൾ ആദ്യം പറഞ്ഞ രണ്ട് കാര്യവും പിന്നീടുണ്ടായ വഴിക്കടവിലെ കുട്ടിയുടെ ദുരന്തവും ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് UDF ആണ്, ഞങ്ങളല്ല. ഞങ്ങൾ തുടക്കം മുതലേ ജനങ്ങളോട് പറഞ്ഞിരുന്നത് കേരളത്തിൽ LDF മുൻപോട്ട് വയ്ക്കുന്ന വൻകിട വികസന മുന്നേറ്റം അസാധ്യമെന്ന് കരുതിയ പല പദ്ധതികളും ജീവൻ വെച്ച അനുഭവമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പൊ അപ്രായോഗികമാണ്, നടപ്പിലാക്കാനാവില്ല എന്ന് ഫയലിൽ എഴുതി അവസാനിപ്പിച്ചതായിരുന്നു കൊച്ചി-ഇടമൺ പവർ ഹൈവേ, ഗെയിൽ പൈപ്പ് ലൈൻ, ദേശീയപാതാ വികസനം. പക്ഷെ ഇതെല്ലാം ജീവൻ വെച്ചു. അപ്പൊ അസാധ്യമെന്ന് കണക്കാക്കി അവസാനിപ്പിച്ച പദ്ധതികൾക്ക് ജീവൻ വെക്കുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഒപ്പം ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോയാണ് കൊച്ചി വാട്ടർ മെട്രോ. വിഴിഞ്ഞം പോർട്ട് നമുക്കറിയാവുന്നതാണ്. തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ഈ മണ്ഡലത്തിലൂടെയാണ് മലയോര ഹൈവേയുടെ ഒരു നല്ല ഭാഗം കടന്നു പോകുന്നത്. ഫോൺ, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു. അതെല്ലാം ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. 2, ജനക്ഷേമ പദ്ധതികൾ, അതാണ് പെൻഷനും ലൈഫും സ്കൂള് ആശുപത്രി ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വന്നു. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നിലമ്പൂരിനനുസൃതമായ പ്രായോഗികവും ശാസ്ത്രീയവുമായ വികസന പദ്ധതികളുടെ സാധ്യതകളെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ട സമയമാണിത് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിന്റെ ഒരു വിലയിരുത്തലാണ് എന്ന് ഇപ്പോഴേ പറഞ്ഞു വെക്കേണ്ടി വരും. സർക്കാരിന്റെ വിലയിരുത്തലാണ്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാത്തിരിക്കുന്ന ഈ സർക്കാരിന്റെ വിലയിരുത്തലാണ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഏത് തെരഞ്ഞെടുപ്പിലും വിലയിരുത്തപ്പെടും. പക്ഷെ ചിലരത് സമ്മതിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെയല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന മുഖ്യ വിഷയങ്ങൾ ഈ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും അതോടൊപ്പം മറ്റു പല കാര്യങ്ങളും ചർച്ച ചെയ്യും. അതാണ് പറയുന്നത്, നിലമ്പൂരിന്റെ വികസന സാധ്യതകൾ, നിലമ്പൂരിന്റെ നിലവിലുള്ള സാഹചര്യം, ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികൾ, കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് സ്വീകരിക്കുന്ന തികച്ചും അനീതി, ആ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള സമീപനങ്ങൾ, മതനിരപേക്ഷത
തകർക്കുന്ന നീക്കങ്ങൾ, അതിനെതിരായ ഇടതുപക്ഷത്തിന്റെ നിലപാട്, ഇതെല്ലാം ചർച്ച ചെയ്യും. ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മാത്രം ചർച്ച ചെയ്തതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിയാവില്ല. ഞാൻ പറഞ്ഞു ഇതുവരെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ, ഈ 5 വർഷത്തെ തെരഞ്ഞെടുപ്പുകളിൽ ഇവിടെ ചേലക്കര മാത്രമാണ് LDF-ന് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ പക്ഷേ കുറഞ്ഞ ഒരു ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണത്തേക്കാൾ. അപ്പോൾ ഇതുവരെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം സർക്കാരിന്റെ വിലയിരുത്തലുകളായിരുന്നു. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് അല്ലേ അത്? അങ്ങനെയല്ല നാം കാണേണ്ടത്. ഓരോ തിരഞ്ഞെടുപ്പിലും ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും ചർച്ച ചെയ്യും. ഏതെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യരുത് എന്ന് ആർക്കാണ് തീരുമാനിക്കാനാവുക? എല്ലാ വിഷയവും ചർച്ച ചെയ്യും. ആ തെരഞ്ഞെടുപ്പുകളിൽ അതിൽ പ്രാമുഖ്യം കിട്ടുന്ന കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കുക. ഇപ്പൊ പുതുപ്പള്ളിയാണെങ്കിലും തൃക്കാക്കരയാണെങ്കിലും പാലക്കാടാണെങ്കിലും UDF-ന് വളരെ ശക്തമായ സ്വാധീനവും വേരോട്ടവും മേൽക്കൈയുമുള്ള മണ്ഡലങ്ങളാണ്. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ആ കാര്യങ്ങൾ. ഈ മണ്ഡലങ്ങളിലൊന്നും LDF-ന്റെ വോട്ടിനെ അങ്ങനെ സാരമായി ബാധിച്ചില്ല. ഇപ്പൊ പാലക്കാട് പരാജയപ്പെടുമ്പോഴും ഇവിടെ തൃക്കാക്കരയിൽ പരാജയപ്പെടുമ്പോഴും എല്ലാം വോട്ട് കൂടുകയാണ് ചെയ്തത്. സർക്കാരിന്റെ വിലയിരുത്തലാണെങ്കിലും വോട്ട് വർദ്ധിക്കുമ്പോൾ പരാജയപ്പെട്ടുവെങ്കിലും ആ പരാജയം കൂടുതൽ വോട്ട് വാങ്ങിയിട്ടുള്ള പരാജയമാണ്. മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ട് നേടിക്കൊണ്ടുള്ള പരാജയമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം LDF-ന് വലിയ സ്വാധീനമുണ്ട് എന്നെല്ലാം പറയുമ്പോഴും ഈ പറഞ്ഞ ഒടുവിലത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച മണ്ഡലമാണല്ലോ. ആലത്തൂർ ജയിച്ച മണ്ഡലമാണ്. ഇവിടെ ഭൂരിപക്ഷം നേടിയ മണ്ഡലമാണ്. പക്ഷെ അതിനേക്കാൾ വോട്ട് നേടുകയാണ് ചെയ്തത്. അപ്പോൾ LDF-ന്റെ താരതമ്യേന സ്വാധീനമുള്ളിടത്ത് ആ സ്വാധീനം നിലനിർത്തുകയും തൊട്ടു മുൻപിലത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് നേടുകയുമാണ് ചെയ്തത്. അപ്പോൾ സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തുമെന്ന് പറയുമ്പോൾ അമ്പേ ആളുകളെല്ലാം എതിർത്ത് വോട്ട് ചെയ്യുകയല്ല ചെയ്തത് ഇവിടങ്ങളിലെല്ലാം എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത് സ്വരാജ്, ഇപ്പോൾ ജയിച്ചാൽ മന്ത്രി എന്നുള്ളൊരു പ്രചാരണം നടക്കുന്നുണ്ട്. അത് LDF-ഓ CPM-ഓ നടത്തുന്ന പ്രചാരണമല്ല, പക്ഷെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളൊന്നും ചിന്തിക്കാത്ത കാര്യമാണ്. പാർട്ടിയോ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനോ ചിന്തിക്കാത്തൊരു കാര്യമാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു വലതുപക്ഷ ബോധത്തിന്റെ സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കുന്നത് തന്നെ തെരഞ്ഞെടുപ്പുകൾ പരമപ്രധാനമാണ് എന്ന് കരുതിയിട്ടല്ല. ഞങ്ങളുടെ ആശയങ്ങളും നിലപാടുകളും ജനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള ഒരു അവസരമായി ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ കാണുന്നു. തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെടുകയും ഗവൺമെന്റ് ഉണ്ടാക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും ദുർബല ജനവിഭാഗങ്ങൾക്ക് കഴിയാവുന്നത്ര ആശ്വാസം കൊടുക്കുന്ന ചില നടപടികളെങ്കിലും സ്വീകരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അതല്ലാതെ ഏതെങ്കിലും ഒരു അധികാര പദവി ഞങ്ങളെ ഒന്നും അങ്ങനെ ഭ്രമിപ്പിക്കാറില്ല. ഞങ്ങൾ അതൊന്നും മനസ്സിൽ വെച്ച് നടക്കുന്നവരുമല്ല. ഈ കാര്യമൊന്നും ഞങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ നിലമ്പൂരുകാരനാണെങ്കിലും നിലമ്പൂരുകാരനാണോ എന്നുള്ള ചോദ്യമൊക്കെ വരുന്നുണ്ട്. താങ്കൾ ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ മത്സരിച്ചപ്പോൾ ഞാൻ എറണാകുളംകാരനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാണല്ലോ. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ താങ്കൾ ഇപ്പോൾ ഒരു തോട്ടത്തിന്റെ ഉടമയാണ് എന്നൊക്കെ കണ്ടു. എന്താണ് ഇവിടെ ഈ പ്രദേശവുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ താമസിക്കുന്നത്? അതൊക്കെ മറ്റെന്താ പറയുക, കൊച്ചു കാര്യങ്ങളാണ്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് തന്നെ ആരോഗ്യകരമായ ഒരു ജനാധിപത്യ സംവാദത്തിന് കെൽപ്പില്ലാതെ വരുമ്പോഴാണ്. ഇറ്റലിയിൽ ജനിച്ചവർക്ക് ഇന്ത്യയിൽ മത്സരിക്കാൻ ഒരു തടസ്സവും നമ്മുടെ രാജ്യത്തുണ്ടായിട്ടില്ല, ഉണ്ടാവേണ്ട കാര്യവുമില്ല. ഇപ്പോ കേരളത്തിലെ ഞാൻ ഇവിടുത്തുകാരനാണ് എന്ന് പറയേണ്ട ആവശ്യം വരുന്നു. അല്ല, പറയട്ടെ. അപ്പോ മറ്റു പല പ്രദേശങ്ങളിലും ജീവിക്കുന്നവർ അതേ മണ്ഡലങ്ങളിലാണോ മത്സരിക്കാറ്? അങ്ങനെയല്ല മത്സരിക്കാറ്. ഇവിടുത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ജന്മനാട്ടിൽ മത്സരിക്കുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ടാവും. ശരിയാണ്, എന്റെ ജന്മനാട് ഇവിടെയാണ്. എന്നാൽ ഓരോ ഘട്ടത്തിലും പ്രത്യേകമായ ചുമതലകൾ നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർമാനായിരുന്നു ഒരു ഘട്ടത്തിൽ. അത് 20 വയസ്സ് തികയുന്നതിന് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർമാനായിരുന്ന ആളാണ് ഞാൻ. അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് വിദ്യാർത്ഥി സംഘടനയുടെയും യുവജന സംഘടനയുടെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. ഞാൻ കുറച്ചുകാലം തൃശൂർ SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഇതിനൊക്കെ മുൻപ് അന്ന് തൃശൂരായിരുന്നു പ്രവർത്തന കേന്ദ്രം. അതിനുശേഷം എറണാകുളത്ത് കേന്ദ്രീകരിക്കേണ്ടതായ സാഹചര്യം വന്നു. ആ ഘട്ടത്തിലാണ് തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഞാൻ സ്വാഭാവികമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് അവിടെ പ്രചരണം നടത്തിയവർ ഇയാൾ മലപ്പുറംകാരനാണ് എന്ന് പറഞ്ഞിട്ടാണ്. മലപ്പുറവും അതിനുള്ള മറുപടിയായിരുന്നു ഞാൻ ഇടപ്പള്ളിയിലാണ് താമസിക്കുന്നത്, ഞാൻ എറണാകുളംകാരനാണെന്ന്. മലപ്പുറവും എറണാകുളവും തൃശ്ശൂരും തിരുവനന്തപുരവും കണ്ണൂരും ഒക്കെ നമ്മുടെ നാട് തന്നെയാണ്. ഓരോ ഘട്ടത്തിലും എവിടെ കേന്ദ്രീകരിക്കാനാണോ നിയോഗിക്കപ്പെടുന്നത് അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. എറണാകുളത്തുള്ളപ്പോൾ എറണാകുളത്ത് തന്നെയാണ്, പക്ഷെ ഇവിടെ ഉപേക്ഷിച്ചിട്ടില്ല. വീടപ്പോഴും ഇവിടെ തന്നെയാണ്. എന്റെ വോട്ട് ഇവിടെയാണ്. അതുവരാരും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുമ്പോഴും അവിടെ MLA ആകുമ്പോഴും വോട്ട് നിലമ്പൂരിലാണ്. ഞാൻ സ്ഥാനാർത്ഥിയാകുമ്പോഴും ജനാധിപത്യത്തോടുള്ള എന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്ന് വോട്ട് ചെയ്തിട്ടാ പോയത്. രാവിലെ എന്റെ ബൂത്തിൽ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തി ഇവിടെ നിന്ന് മണ്ഡലത്തിലേക്ക് പോകും. ഉച്ചയാവും മണ്ഡലം. കൃഷിയുണ്ട് അല്ലേ? അത് നമ്മുടെ ഒരു ഇഷ്ടങ്ങളാണ്, ഇഷ്ടത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇപ്പൊ ഇന്നിപ്പം വനമന്ത്രി ശശീന്ദ്രൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അദ്ദേഹം മാപ്പ് പറയണം, രാജിവെക്കണം എന്നൊക്കെയുള്ള ആവശ്യം വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന പോലും ഒരു അപക്വമായി പോയില്ലേ? ഈ ഘട്ടത്തിൽ അങ്ങനെ പറയാമായിരുന്നു.
അതിപ്പോ ഈ ജനാധിപത്യത്തിൽ പലപ്പോഴും ഒരു വിയോജിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ രാജിവെക്കണം എന്ന് പറയും. അതൊക്കെ ഒരു എന്താ പറയുക, കുറച്ചുകൂടി അവധാനതയോടെ പറയേണ്ട കാര്യമാണ്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു മന്ത്രി പറഞ്ഞൊരു വാചകത്തോട് നമുക്ക് യോജിപ്പില്ലെങ്കിൽ ഉടനെ രാജിവെക്കണം എന്ന് പറയാൻ അത്ര ലളിതമായി ചെയ്യാവുന്ന ഒരു കാര്യമാണോ? ഇവരുടെ അംഗീകാരത്തോടു കൂടിയാണോ അദ്ദേഹം മന്ത്രിയായത്? മന്ത്രി പറഞ്ഞ കാര്യവും ഒരുതരം ഒരു അതില് അങ്ങനെ അല്ലല്ലോ അദ്ദേഹം മന്ത്രിയായത് ജനങ്ങളുടെ പിന്തുണയോടെയാണ്. ആ പിന്തുണ അതേപോലെ അവിടെ നിൽക്കുന്നു. രണ്ട് മന്ത്രിയുടെ പ്രസ്താവനയോട് വിയോജിക്കുന്നതിലും തെറ്റില്ല. പക്ഷെ മന്ത്രിക്ക് മന്ത്രിയുടേതായ ബോധ്യങ്ങൾ ഉണ്ടാവും. അതായത് ഒരു കുട്ടി മരിക്കുന്നു, നാട്ടിലെവിടെയും ഉണ്ടാവുന്ന ഒരു അപകടമാണ്. 2 മാസം മുൻപ് തൊട്ടപ്പുറത്തുണ്ടായതാണ്. ഇതുണ്ടായത് വെള്ളക്കട്ടയിലാണ്, അപ്പുറത്ത് പുത്തിരിപ്പാടത്താണ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത്. അന്ന് ആരും വഴി തടഞ്ഞിട്ടില്ല. അതൊരു കോൺഗ്രസ് സജീവ പ്രവർത്തകനായിട്ടും ആരും അതിൽ പ്രതിഷേധിക്കുകയോ ആ വീട് സന്ദർശിക്കുകയോ പോലും ചെയ്തില്ല. കാരണം അന്ന് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല. ഇന്ന് പെട്ടെന്ന് ആശുപത്രിയിലേക്കുള്ള വഴി തടയുന്നു. അപ്പോൾ ഒരു മരണത്തെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയതാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും മന്ത്രി എന്ന നിലയിൽ വിവരമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. തിരുത്തണ്ടല്ലോ, ഇപ്പൊ അത് മനസ്സിലായില്ലേ കാര്യങ്ങൾ? അല്ല, ധാരണയുണ്ടാവാം. അദ്ദേഹം അതിൽ അടിയുറച്ച് നിൽക്കുകയാണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അത് വിശദീകരിക്കുകയാണ് വേണ്ടത്. ഞങ്ങൾ ആശുപത്രിയിലേക്കുള്ള വഴി തടഞ്ഞത് അത് അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ ശരി, ആ പ്രശ്നം കഴിഞ്ഞു. അല്ലെങ്കിൽ അതപ്പോ വീണ്ടും വിചാരമില്ലാതെ ചെയ്തതാണ്, ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. പക്ഷേ ഈ പറയുന്ന UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ, UDFന്റെ വൈസ് പ്രസിഡന്റ് വാർഡംഗമായ ഒരു പഞ്ചായത്തിൽ ഇന്നലെ ചില മാധ്യമങ്ങൾ പരാമർശിച്ചതുപോലെ പശ്ചാത്തലമുള്ള ഒരാൾ പ്രതിയായ ഒരു വിഷയത്തിൽ പക്ഷേ LDF അല്ല സമരം ചെയ്തത്. അത് നമ്മൾ ആലോചിക്കണം. ഈ ഘടകങ്ങളെല്ലാം വേണമെങ്കിൽ LDFന്റെ ഒരു പ്രതിഷേധം നടത്താവുന്നതാണ്. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നണി എന്ന നിലയിൽ കാണിക്കേണ്ട ഒരു പക്വതയും വീണ്ടുവിചാരവുമാണ് ആ ഘട്ടത്തിലുടനീളം കാണിച്ചത്. അപ്പൊ അത്തരമൊരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞ കാര്യങ്ങൾ ഈ സാഹചര്യങ്ങളുമായി ചേർത്ത് കാണേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി സ്വരാജ്. എന്താ സ്വരാജ്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് പോവുകയാണ്. ഇനി 9 ദിവസങ്ങൾ മാത്രമാണ് ഇവിടെ പ്രചാരണത്തിന് ബാക്കിയുള്ളത്.